ഹായ്, ഞാൻ ലിവിങ് ഫ്രം ബിക്കോയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഡസ്റ്റിംഗ് എന്ന്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്, അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു അനോണമസ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഇതാരാണ് ആരുടെയിലേക്കാണ് സെൻഡ് ചെയ്തത് എന്ന് അറിയാൻ കഴിയില്ല. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെൻറ്റുകളും ഹാക്കർമാരും ഉപയോഗിക്കുന്ന ആ, അ- ഒരു തരത്തിലുള്ള രീതിയാണ് ഡസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡസ്റ്റിംഗ് അറ്റാക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരേ സമയം നിരവധി അക്കൗണ്ടുകളിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് ക്രിപ്റ്റോ കറൻസി, അത് ബിറ്റ്കോയിനോ മറ്റേതെങ്കിലും എന്തായിരിക്കട്ടെ, ചെറിയ എമൗണ്ട്, അതായത് നമ്മുടെ വാലറ്റുകളിൽ അത് പ്രത്യേകിച്ച് കാണിക്കാനോ നമ്മൾ ശ്രദ്ധിക്കാനോ സാഹചര്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് അവർ. അത് പല അക്കൗണ്ടുകളിലും അറ്റ് എ ടൈമാണ് അവർ ചെയ്യുക. അതിനുശേഷം ഈ അക്കൗണ്ടുകളിൽ നിന്ന് ഏതൊക്കെ മറ്റ് അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ, അതോ വേറെ ഏതെങ്കിലും അക്കൗണ്ടുകളിൽ നിന്ന് ഇവർക്ക് ഡെപ്പോസിറ്റുകൾ വരുന്നുണ്ടോ, ഇതൊക്കെ ഇവർ ചാർട്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ഒരു പേഴ്സണൽ ലൈഫ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി, ഇവരുടെ സോഷ്യൽ എൻഗേജ്മെൻറ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇവർ ഡസ്റ്റിംഗ് അക്കൗണ്ടിലൂടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുകയും, അല്ലെങ്കിൽ ആ പേഴ്സണെ കണ്ടുപിടിക്കുകയും ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ രീതിയിൽ ഫിഷിങ്, അതായത് ആളെ ഏതെങ്കിലും സ്പാം അറ്റാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാമിംഗ് ആയിട്ടുള്ള വർക്കുകളിലൂടെയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ കട്ടെടുക്കുകയാണ് ഹാക്കർമാർ ചെയ്യുക. പക്ഷേ ഇത് ഗവൺമെൻറ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും പേഴ്സണൽ ഐഡൻറ്റിറ്റിയും കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഈ രീതിയിൽ ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഗവൺമെൻറ്റാണ് ഈ സ്കീം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. റിച്ചാർഡ് ഉൾബ്രിച്ച് എന്ന് പറയുന്ന സിൽക്ക് റോഡിൻ്റെ ഉപജ്ഞാതാവുണ്ട്. അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനാണ് ആദ്യമായിട്ട് ഡസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹാക്കർമാരും ഗവൺമെൻറ് ഏജൻസീസും ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ചു തുടങ്ങി.